SFI അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്കിന്റെ ഹർജി നൽകിയത് കർണാടക ഹൈക്കോടതിയിൽ. എക്സാലോജിക്കിനെതിരെ അന്വേഷണം തടയണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, ROCയുടെ ഉൾപ്പെടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SFIയുടെ ഈ അന്വേഷണത്തിന് ശുപാർശ വന്നത്. അത്തരത്തിലൊരു അന്വേഷണം ആരംഭിച്ചതും അത് CMRL പിന്നീട് ഇപ്പോൾ KSIDC വരെ എത്തി നിൽക്കുന്ന അന്വേഷണത്തിൽ എക്സാലോജിക്കിന്റെ പ്രതിരോധം എന്താണ്? ഈ അന്വേഷണത്തിൽ ഒന്നും ഭയക്കാനില്ല അല്ലെങ്കിൽ ഒന്നും പേടിക്കാനില്ലെന്ന് CPM നേതാക്കളൊക്കെ എക്സാലോജിക്കിന് വേണ്ടി പറയുമ്പോൾ എന്തിനാണ് ഈ ഒരു തടസ്സ ഹർജി? ഗോകുൽ, ഈ മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട് SFIO അന്വേഷണത്തിൽ കുരുക്ക് മുറുകുന്നതിനിടെയാണ് എക്സാലോജിക്ക ഇപ്പോൾ ഹർജിയുമായി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എക്സാലോജിക്കിനെതിരായിട്ടുള്ള അന്വേഷണം തടയണമെന്നതാണ് പ്രധാനമായും ഈ ഹർജിയിലെ ആവശ്യം. മാത്രമല്ല, കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് ഇതിൽ എതിർകക്ഷികളായി വരുന്നത്. KSIDC കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു സമാന ഹർജി സമർപ്പിച്ചിരുന്നു. അതിലും അന്വേഷണം SFIO അന്വേഷണം തടയണം, സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആ ഹർജി. പക്ഷേ കോടതിയിൽ KSIDCക്ക് ഒരു തിരിച്ചടിയാണ് നേരിട്ടത്. കാരണം ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പേടിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്നുള്ളൊരു നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് SFIO പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ തന്നെ എക്സാലോജിക്ക ഹർജി നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയമാണ് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി അന്വേഷണം നടത്തുകയും പിന്നീട് വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ബംഗളൂരു ROCയെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ ഈ ROC അന്വേഷണം നടത്തുകയും ഈ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിൽ ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് SFIOക്ക് അന്വേഷണം കൈമാറുന്നത്. ഇതിന് പിന്നാലെയാണ് കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ഓഫീസിൽ SFIO പരിശോധന നടത്തുന്നത്. ആദ്യം ആലുവയിലെ CMRL കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധന നടത്തിയത്. പിന്നാലെ തിരുവനന്തപുരം KSIDC ഓഫീസിലും പരിശോധന നടത്തി. നിരവധി രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2012-13 കാലഘട്ടത്തിലെ അക്കൗണ്ട് ബുക്ക്, ഓഡിറ്റ് രേഖകൾ അടക്കമാണ് പ്രധാനമായും അന്ന് പരിശോധിച്ചത്. ഈ CMRLലും ഒപ്പം KSIDCയിലും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ തെളിവുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളടക്കം SFIO പരിശോധിച്ച് വരികയാണ്. ഇതിന് പിന്നാലെയാണ് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ വിജയൻ എക്സാലോജിക് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോയാൽ അത് സർക്കാരിനും CPMനും വലിയ തിരിച്ചടിയാകും. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം തടയാൻ കഴിയുമോ എന്നുള്ള നിയമപരമായ ഒരു പോംവഴി കൂടി ഇപ്പോൾ എക്സാലോജിക്ക ആലോചിക്കുന്നത്. കാരണം ഈ വിവാദം ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിൽ ഒരു പ്രതിരോധമാണ് CPM ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയപരമായി ആക്രമിക്കാനുള്ള ഒരു ശ്രമമാണെന്നുള്ള ഒറ്റ പ്രതിരോധമായിരുന്നു എല്ലാ ഘട്ടത്തിലും CPIMും സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഈ അന്വേഷണം SFIOക്ക് എത്തിയതോടുകൂടിയാണ് ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം കൂടുതൽ ഒരു കുരുക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം അറസ്റ്റ് ചെയ്യാനും പ്രോസിക്യൂട്ട് ചെയ്യാനും അടക്കം അധികാരമുള്ള ഒരു ഏജൻസി കൂടിയാണ് SFIO. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വീണ വിജയന് നോട്ടീസ് നൽകുകയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. എക്സാലോജിക്ക കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ KSIDCയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച ഹർജിയിൽ വലിയ തിരിച്ചടി നേരിടുന്നു. ഇനിയുള്ള ഒരു പോംവഴിയാണ് കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്ക് തന്നെ സമീപിക്കുക എന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ AK ബാലന്റെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് AK ബാലൻ. കേസിൽ നീതിയുക്തമായ അന്വേഷണം നടന്നാൽ കുടുങ്ങാൻ പോകുന്നത് UDF നേതാക്കളായിരിക്കും. ഇതിലും വലിയ കുരുക്കുണ്ടാക്കി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കുടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും AK ബാലൻ പറഞ്ഞു. ഇതിനേക്കാളും വലിയ ആശങ്കകൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതിനെല്ലാം ധൈര്യപൂർവം അതിജീവിച്ച ഒരു പാർട്ടിയും ഒരു നേതാവും ഒരു ഗവൺമെൻറ്റുമാണ് ഇവിടെ ഉള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക. യാതൊരു സംശയവും വേണ്ട, നീതിപൂർവം അന്വേഷണം നടന്നാൽ SFIO അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയാൽ ജയിലിൽ പോകേണ്ടി വരിക UDFൻ്റെ നേതാക്കളായിരിക്കും.
MG പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷ്, നേരത്തെ ഈ ROC റിപ്പോർട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഈ SFI അന്വേഷണം അതിന് അനുമതി വരുമ്പോൾ SFIയുടെ അന്വേഷണം ആരംഭിച്ച ശേഷമൊക്കെ CPI നേതാക്കൾ പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ, ഒരു പ്രശ്നവുമില്ല, ഒന്നും ഒളിച്ചു വെക്കാനോ പേടിക്കാനോ ഇല്ല എന്നാണ്. ഈ ഘട്ടത്തിലും ഇപ്പോൾ ഈ അന്വേഷണത്തെ എതിർത്തുകൊണ്ടൊരു ഹർജി സമർപ്പിക്കുന്ന ഘട്ടത്തിൽ എക്സാലോജിക്കിന് വേണ്ടി പ്രതിരോധം തീർക്കുകയാണ് AK ബാലൻ. രാഷ്ട്രീയമായി ഇത് ഒരു രാഷ്ട്രീയ വേട്ടയാടൽ എന്ന ഒരു ആക്ഷേപം ഉയർത്തിക്കൊണ്ട് ഇനിയും പ്രതിരോധിച്ചു പോകാമെന്ന ആത്മവിശ്വാസമുണ്ടോ CPM-ന്? ഗോകുൽ, ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിലടക്കം പ്രതിപക്ഷം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഈ ആരോപണങ്ങളെ പേടിക്കുന്നില്ല എങ്കിൽ നിയമപരമായി അല്ലെങ്കിൽ കോടതിയെ സമീപിക്കൂ എന്നുള്ള നിലപാടായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ നിയമപരമായി ഇതിനെ എതിർക്കാനോ അത്തരത്തിലൊരു നടപടികളിലേക്കോ എക്സാലോജിക്കോ അല്ലെങ്കിൽ പാർട്ടിയോ കടന്നിരുന്നില്ല. പക്ഷേ ഈ അന്വേഷണം SFIക്ക് എത്തിയതോടുകൂടിയാണ് ഒരു ആശങ്ക ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഈ ROC സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം ചില കണ്ടെത്തലുകൾ ഉണ്ട് എന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഈ മാസപ്പടി വിവാദത്തിൽ അല്ലെങ്കിൽ അത്തരം ഇടപാടുകൾ സുതാര്യമായിരുന്നില്ല എന്നൊരു റിപ്പോർട്ട് കൂടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് SFIക്ക് ഈ അന്വേഷണം കൈമാറിയത്. ഇതിന് പിന്നാലെ ഈ പിടിച്ചെടുത്ത രേഖകളിലടക്കം ഇക്കാര്യങ്ങൾ SFIO പരിശോധിക്കുന്നുണ്ട്. അക്കൗണ്ട് ബുക്ക്, ഓഡിറ്റ് ബുക്ക് അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ചിരുന്നു. KSIDCയിലെ ഈ ഓഡിറ്റ് ബുക്കിൽ കൂടുതൽ വിശദാംശങ്ങൾ ഹാജരാക്കാൻ KSIDC സമയവും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രേഖകളടക്കം പരിശോധിച്ചുകൊണ്ട് അടുത്ത തുടർ നടപടികളിലേക്ക് SFIO കടക്കുമെന്ന ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഒന്നെങ്കിൽ നോട്ടീസ് നൽകി വീണ വിജയനിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ തേടാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകാം. അത്തരത്തിലൊരു കടുത്ത നടപടികളിലേക്ക് SFIO പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നടപടി ഉണ്ടായാൽ അത് വലിയ തരത്തിൽ സർക്കാരിനും പാർട്ടിക്കും അടക്കം വലിയ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇതുവരെ നടത്തിയ പ്രതിരോധങ്ങളെല്ലാം തന്നെ പാളിപ്പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിയമപരമായി തന്നെ പോകാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ സമയവും നേരത്തെ AK ബാലൻ അടക്കം പ്രതികരിച്ചത് ഇപ്പോഴും ഇതൊരു രാഷ്ട്രീയ വേട്ട എന്നുള്ള ഒരു പ്രതിരോധം തന്നെയാണ് CPM നേതാക്കൾ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടൽ ഒരു വശത്ത് തുടരുമ്പോൾ നിയമപരമായുള്ള ഒരു പോരാട്ടം കൂടി എക്സാലോജിക്ക് നടത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ ഹർജിയിൽ കർണാടക ഹൈക്കോടതിയുടെ കൂടി നിലപാട് ഏറെ നിർണായകമായിരിക്കും. ഈ കേരള ഹൈക്കോടതി സ്വീകരിച്ച അതേ നിലപാട് അല്ലെങ്കിൽ അത്തരമൊരു നടപടിയാണ് കർണാടക ഹൈക്കോടതി സ്വീകരിക്കുന്നതെങ്കിൽ അത് എക്സാലോജിക്കിന് വലിയ തിരിച്ചടിയാകും. അങ്ങനെയെങ്കിൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് SFIO പോകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും തുടർ പരിശോധനകൾ നടത്തുമെന്ന് SFIO അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലടക്കം ഈ തുടർ പരിശോധനകൾക്ക് കൂടി സാധ്യതയുണ്ട്. ആ ഒരു ആശങ്ക കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നിയമപരമായ ഈ ഒരു നടപടികളിലേക്ക് എക്സാലോജിക്ക് കടന്നിരിക്കുന്നത്. ശരി പ്രതീക്ഷ, ഏതായാലും CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ SFIOയുടെ അന്വേഷണം ഊർജിതമാകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്ക് അന്വേഷണത്തിനെതിരെ കർണാടകയിലെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ ആവശ്യവുമായി KSIDC കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ആ ഹർജി തള്ളുകയാണ് ചെയ്തത്. ഏതായാലും ഇപ്പോൾ CPM നേതൃത്വവും ഈ നടപടികളെ, ഈ ഹർജിയെ ഒക്കെ ഒരു സ്വാഭാവികമായ നടപടി എന്ന നിലയിലാണ് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.